ശ്രീ ഐ വി ശശിയെക്കുറിച്ച് പറയുമ്പോൾ ഇവരെ കൂടി കൊണ്ടുപോകുന്നില്ലെങ്കിൽ അതിനകത്തൊരു പൂർണ്ണത ഉണ്ടാവില്ല. സാറിനെ കുറിച്ച് എന്താ പറയുക? എന്തായാലും മധുസാറ് കാരണമാണ് ഈ 78 80 വരെ എല്ലാം ഒരു സോങ്ങും ഒരു സീനും ഒക്കെ അങ്ങനെ ഒരു കളിയായിട്ട് പോയിക്കൊണ്ടിരുന്നു. പക്ഷെ അർച്ചന ടീച്ചർ എന്ന് പറഞ്ഞ ഒരു ഇതിൽ വന്നിട്ടാണ് എനിക്ക് നല്ലൊരു കഥാപാത്രം കിട്ടി. മധുസാറിന് ചെയ്യാൻ പറ്റും, സിമിക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് തന്ന് എന്നെ അതിന് ശേഷമാണ് ഞാൻ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ഒരുപാട് ചെയ്യാൻ തുടങ്ങിയത്. അതിന് ഒരുപാട് നന്ദിയുണ്ട്. മധുസാർ നന്നായിരിക്കണം. വളരെ ഇഷ്ടമായ ഒരു പേഴ്സണാണ്. വളരെ ഇഷ്ടമാണ് എനിക്ക് മധുസാറിനെ. അത് മധുസാറിനറിയാം. നന്നായിരിക്കണം. അത് എനിക്ക് പറയാക്കുന്നില്ല. നന്ദി. നല്ല ഓപ്പണിംഗ് ആയിരുന്നു. അതൊരു ഒരു ഇമേജ് ഉണ്ടായിരുന്നല്ലോ സീമയ്ക്ക്. അതെ, ഇത് അങ്ങനെയല്ല. അറിയാമല്ലോ, ഖോറാക്കാക്ക ഇതിൻ്റെ ഒറിജിനൽ നന്നായിട്ട് ചെയ്തു വരും. സാറേ ഈ സേഭാദോടെയായിരുന്നു മറ്റേ ഒറിജിനൽ ചെയ്തിരുന്നത്. അതെ, സിനിമയിലുള്ള ഇങ്ങനെയുള്ള സൗഹൃദങ്ങൾ ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള സൗഹൃദങ്ങൾക്കൊന്നും പ്രസക്തിയില്ല എന്ന് തോന്നുന്നു സിനിമയിൽ. അത് എവിടെയാണ് പ്രസക്തി ഉള്ളത്? സിനിമയിൽ മാത്രമല്ല, ഈ കം ടു ഫാമിലീസിൽ വരണം. ഇല്ലല്ല, ഒരു വീട്ടിൽ താമസിക്കുന്ന ആളുകൾ തമ്മിൽ തന്നെയുള്ള വഴക്കും സ്നേഹവും അത് ഇതും മറ്റതും മറിച്ചതും ഒരുമിച്ചുള്ള ജീവിതമൊന്നുമില്ല സാർ. അത് ഒരു സൊസൈറ്റിയുടെ ഒരു ചേഞ്ചായിട്ട് എടുത്താൽ മതി. അനിവാര്യതയാണ്. അതെ, അത് സിനിമയിൽ മാത്രം. എന്തായാലും ഇങ്ങനെയുള്ള ഒരുപാട് സൗഹൃദങ്ങൾ മധുസാറിനുണ്ട്, അല്ലെങ്കിൽ ഇത്രയും ആൾക്കാരുടെ പ്രാർത്ഥനകളുണ്ട്. അതുകൊണ്ടുണ്ട്. ഒരുപക്ഷെ താങ്കളുടെ ഇത്രയും നീണ്ട അഭിനയ ജീവിതകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിക്ഷേപം എന്ന് പറയുന്നത് ഇവർ നൽകുന്ന ഈ ആശംസകളാണ്. ഇവിടെ കൊണ്ടുവരേണ്ട വേറൊരാളും കൂടെയുണ്ട്. ഒരുപാട് സിനിമകൾ നിങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. 66-ലാണെന്ന് തോന്നുന്നു. 66-ൽ തന്നെ വഴി പിഴച്ച സന്തതി എന്നൊരു സിനിമ ഞാൻ ആദ്യമായിട്ട് മധുസാറിനെ കാണുന്നത് ശ്യാമള സ്റ്റുഡിയോ മദ്രാസിൽ. ഗാംഭീര്യമുള്ള ആ ഒരു എന്താ പറയുക, നടത്തവും ആ ശരീരവും നടത്തവും ആരെയും ഒന്ന് കസേരയിൽ നിന്ന് എണീപ്പിക്കും. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. അത് അന്നും ഇന്നും ഒരുപോലെ തന്നെ. ഇന്ത്യൻ സിനിമയിലെ നടന്മാരുടെ മുൻനിരയിലുള്ള നടന്മാരുടെ പേര് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേരും പറയേണ്ടിയിരിക്കുന്നു. പറയാതിരിക്കാൻ തരമില്ല. ഈ പഴയ സിനിമകളൊക്കെ കാണുമ്പോൾ ഇവരെയൊക്കെ ഇടയ്ക്കൊന്ന് വിളിക്കാൻ തോന്നുന്നു മധുസാറിന്? ഇവരുടെ കൂടെ കാണാറുണ്ട്. പല ചടങ്ങുകളിൽ വെച്ച്. എനിക്ക് തോന്നുന്നു പൊന്നമ്മ ചേച്ചിക്കൊക്കെ പറയാനുള്ളത് പഴയ കാര്യങ്ങളായിരുന്നു. പഴയ സിനിമകൾ, അന്നുണ്ടായിരുന്ന കാലഘട്ടങ്ങൾ. ഞാൻ പൊന്നമ്മ ചേച്ചി ഇവിടെ ഈ ഒരു വേദിയിൽ ഇരുത്തിയപ്പോഴും പൊന്നമ്മ ചേച്ചിക്ക് പറഞ്ഞ മതിയാകുന്നില്ല. എന്താണെന്ന് അത്രത്തോളം പറയാനുണ്ട്. സ്വന്തം കുടുംബത്തിലെ ആൾക്കാരോട് പറഞ്ഞാൽ അവരിത് വേണം ഇതൊന്നും മുഴുവൻ കേൾക്കാൻ നിൽക്കില്ല. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും മധുസാർ ഇവരോടൊക്കെ സംസാരിക്കുമ്പോൾ എന്താണ്, പഴയ കാലത്തിലേക്കൊന്ന് ഊളിയിടാറുണ്ടോ? ഇല്ല 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 അത്ര അങ്ങനെയൊന്നും വെറുതെ സംസാരിക്കാറില്ല. ഞാൻ ഒന്ന് ഇവരടുത്തെല്ലാം എന്താ പറയുക, ഒരു ഒരു ഭയങ്കര സ്നേഹവും ഇതൊക്കെയാണ്. എന്നെ വെറുതെ സംസാരിച്ച് കളയേണ്ടതല്ല. സംസാരിച്ച് കളയേണ്ടതല്ല. ഈ പൊന്നമ്മയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു പ്രത്യേക ഒന്നാലോചിച്ച കൂടെ ഒരു ഭാര്യയായിട്ടും അമ്മയായിട്ടും അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മയായിട്ടും അഭിനയിച്ചിട്ടുണ്ട്, ഭാര്യയായിട്ടും അഭിനയിച്ചിട്ടുണ്ട്. വൈവിധ്യമാർന്ന ഒരുപാട് വേഷങ്ങൾ. മധുസാറെ, ഈ പറഞ്ഞ താരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു, താരങ്ങൾ ഒരുപക്ഷെ സ്വയം സൃഷ്ടിക്കുന്നു, താരങ്ങൾ ഫാനുകളെ സൃഷ്ടിക്കുന്നു, ഫാനുകൾ വലിയ പ്രശ്നങ്ങളുണ്ടാക്കുന്നു. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ട് മലയാള സിനിമയ്ക്ക്. പക്ഷെ ആ ഒരു കാലഘട്ടമൊന്നും മധുസാറിനെ തേടി എത്തിയില്ല എന്ന് മാത്രമല്ല, മധുസാർ അത് നിരുത്സാഹപ്പെടുത്തി. ഞാൻ വളരെ സീരിയസ് ആയിട്ട് നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. കാരണം എനിക്ക് അതിലൊരു വലിയൊരു തോന്നിയിട്ടില്ല. കാരണം ഞാനും അന്നത്തെ പല ആർട്ടിസ്റ്റിൻ്റെയും ഫാൻ ആയിരുന്നല്ലോ. പക്ഷെ അത് ഈ ഫാൻ എന്ന് പറയുന്നത് എല്ലാം ഒരു ഇത് വരുമ്പോൾ
അത് കുറേ പണ്ട് ഞാനിങ്ങനെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തമാശയായിട്ട് പറയും. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ പണ്ട് ഇങ്ങനെ ഫാനായിരുന്നു. അതിപ്പോൾ ആക്ടറായിക്കോട്ടെ, ക്രിക്കറ്റർ ആയിക്കോട്ടെ, പറയും പണ്ടിങ്ങനെ, അതൊരു തമാശയായിട്ട് പറയും ഇല്ലേ, ഞാനിങ്ങനെ പണ്ടിങ്ങനെ ഇയാളെ ഫാനായിരുന്നു എന്ന് പറയും. അതൊരു ചെറിയ തമാശ ആയിരുന്നു അല്ലെങ്കിൽ മണ്ടത്തരമായിരുന്നു എന്നൊരു സൂചന അതിൽ കാണും.